ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീമതി അപർണ സന്തോഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദേ സാക്ഷി ഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും. 2002 ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. 24 വർഷം നിലനിൽക്കുകയും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്തത് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. സതീചന്ദ്രൻ വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല. ശ്രീ പ്രേംകുമാർ അവർ സദസ്സിലിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെ സഹയാത്രികരെ, ഈ അസോസിയേഷൻ്റെ കുടുംബ അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സജിച്ചേട്ടനോട് പറയുമായിരുന്നു, രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഇതുവരെ എനിക്ക് തിരിച്ച് എൻ്റെ ആനിവേഴ്സറി ആയിട്ട് പോലും വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഇന്ന് ഞാൻ ഏകദേശം ഒരു 4ാമത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിക്കാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ രാവിലെ അരകത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടി, അതിനുശേഷം വേറെ വാർഡിലെ അസോസിയേഷൻ്റെ പരിപാടിയാണ്. പിന്നീട് നമ്മുടെ സ്വന്തം വാർഡിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇലക്ഷൻ കഴിഞ്ഞ് പലപ്പോഴും പരാതി കേൾക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൗൺസിലറെ കാണാനില്ല എന്നൊരു പരാതി കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനായാലും സജിച്ചേട്ടനായാലും ബാക്കി കൗൺസിലേഴ്സിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വാർഡിൽ നമ്മുടെ ആളുകളെ കാണാൻ കിട്ടുന്ന ഒരു അവസരം റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് തന്നെയാണ്. അസോസിയേഷന്റെ പരിധിക്കുള്ളിലെ താമസക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുകയും അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയുമാണ് ഈ അസോസിയേഷന്റെ പ്രവർത്തന ലക്ഷ്യം. അസോസിയേഷന്റെ 2025-26 വർഷത്തെ വാർഷിക പ്രവർത്തന റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 40 കുടുംബങ്ങളാണ്. ഈ 40 കുടുംബങ്ങളും, ഞാൻ നേരത്തെ കൗൺസിലറായിരുന്ന സ്ഥലമാണ്, എനിക്കറിയാം, എല്ലാവരും ഒറ്റ കുടുംബത്തെ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. കാരണം ഒരാളിനൊരു വിഷയം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒത്തൊരുമിച്ച് അതിനു വേണ്ടി സഹകരിക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ പ്രദേശത്തൊക്കെ നല്ല വികസനങ്ങളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ പ്രധാന കാരണവും ഈ നിരന്തരമായിട്ട്
നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അസോസിയേഷൻ നിരന്തരം പ്രയത്നിക്കുന്നതുകൊണ്ടാണ്. അതേസമയം ONV കുറുപ്പ് സാറ് എഴുതിയത് മറ്റൊരു വിധത്തിലാണ്. അദ്ദേഹം അടുത്ത കാലത്ത് അന്തരിച്ച ഹരികുമാർ എന്ന് പറയുന്ന സംവിധായകൻ്റെ ജാലകം എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ടുണ്ട്. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്ന ചെമ്പനീർ മുകുളം. നായികയെ ചോദിച്ചുകൊണ്ടൊരു നിറം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സാധിക്കില്ല. അത് കണ്ടനുഭവിച്ചേ മതിയാവും. പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാവുന്ന ഒന്നല്ല നിറം. പാവത്തിനത് കാണാൻ കഴിയുന്നില്ല. എന്തിന്? നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ സ്നേഹത്തോട് നിന്ന് ചിരിച്ചും കാണിക്കും. പക്ഷെ അയാൾക്ക് കാണാൻ കഴിയില്ല, ചിരിക്കാൻ അയാൾ ചിരി മനസ്സിലാക്കുന്നില്ല. കാണാത്തതുകൊണ്ട് ചിരിയൊക്കെ അറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിരിക്കുകയാണോ ഗൗരവത്തിൽ നിൽക്കുകയാണോ ഒന്നും അയാൾക്ക് അറിയില്ല. നിങ്ങളുടെ ശബ്ദം കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അത് കേൾക്കാൻ 24 വർഷമായി. സാധാരണ 24 വർഷമൊക്കെ ആകുമ്പോൾ നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ കെട്ടിച്ചുകൂടാനുള്ള പ്രായമൊക്കെ ആയി. അതായത് ഞങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇന്നൊക്കെ അതൊക്കെ മാറി. ഇന്ന് 28-30 പെൺകുട്ടികളുടെ വിവാഹപ്രായം. ഈ 24 വർഷം കൊണ്ട് നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്തു എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ PD ദാമോദരൻ നമ്പൂതിരി അവർക്ക് എൻ്റെയും അസോസിയേഷൻ ഓരോ അംഗങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വവും പിന്തുണയും എല്ലായ്പ്പോഴും നമ്മുടെ അസോസിയേഷന്റെ ശക്തിയാണ്.